മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ വിവാദത്തിൽ ഇന്ന് കൗൺസിൽ യോഗം ചേരും. അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന കാര്യം യോഗത്തിൽ തീരുമാനിക്കും. ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. BMW കാർ ഉടമയുടെ മാതാപിതാക്കളും ഒരു ഡോക്ടറുടെ മാതാപിതാക്കളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി നഗരസഭയുടെ ആഭ്യന്തര പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ശാന്തകുമാർ വെള്ളാളത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഈ യോഗത്തിൽ ഏകപക്ഷീയമായി തന്നെ ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ഒരു സമീപനമായിരിക്കുമോ സ്വീകരിക്കുക? തീർച്ചയായും ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നഗരസഭയുടെ കൗൺസിൽ യോഗം ചേരുന്നത്. നിരവധി അജണ്ടകളുണ്ട്. അതിലേശം മുഖ്യ അജണ്ട ഇത് തന്നെയാണ്. ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. നഗരസഭയുടെ ആഭ്യന്തര പരിശോധനയിൽ തന്നെയാണ് വലിയ തോതിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ അനർഹർ ഈ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഒരു പരിശോധനയിൽ നേരത്തെ കോട്ടയ്ക്കൽ നഗരസഭയിൽ 42 പേർ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ BMW കാർ ഉടമയുണ്ട്, മറ്റ് സർവീസ് പെൻഷൻ വാങ്ങുന്നവരുണ്ട്, മറ്റ് സാമ്പത്തികമായി ഉയർന്ന നിൽക്കുന്നവരുണ്ട്. ഇവയെല്ലാം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഒരൊറ്റ വാർഡിൽ കോട്ടയ്ക്കൽ നഗരസഭയിലെ 7-ാം വാർഡിൽ നിന്നുള്ള പരാതി മാത്രമാണ് അന്ന് ഉയർന്നത്. ആ വാർഡിലെ പൂർണ്ണമായും 42 പേരെയും നഗരസഭ പരിശോധിക്കുകയായിരുന്നു. ആഭ്യന്തര ഒരു കമ്മിറ്റി രൂപീകരിച്ച് പരിശോധിക്കുകയായിരുന്നു. അതിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കണ്ടെത്തിയവരെ കുറിച്ച് ഇവർ തുടർ നടപടികൾ ഏത് രീതിയിൽ വേണമെന്ന് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗമാണ് തീരുമാനിക്കുക. അത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കാൻ തന്നെയാണ് കാരണം UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ് കോട്ടയ്ക്കൽ നഗരസഭ. ഇടതുപക്ഷമാണ് ഇതിൻ്റെ പരാതിയുമായി നേരത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നത്. അവർ നഗരസഭയിലെ 32 വാർഡുകളിലും ഈ പരിശോധന നടത്തണമെന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അനർഹർ നിരവധി പേർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. ഒപ്പം തന്നെ BJP അംഗമാണ് 7-ാം വാർഡിലത്. ഈ 7-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ അനർഹർ വാങ്ങുന്നത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും പറയുന്നത്, നഗരസഭ 7-ാം വാർഡ് കൗൺസിലർ ഗോപിയും പറയുന്നത് അത് തന്നെയാണ്. ഇത് ഒരൊറ്റ വാർഡിൽ മാത്രമല്ല, മുഴുവൻ വാർഡുകളിലും പരിശോധിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും. തുടർന്നായിരിക്കും ഈ വിവരങ്ങൾ പുറത്തുവിടണോ എന്നുള്ള കാര്യത്തിലേക്ക് എത്തുക. ഇന്നലെ നമ്മൾ നഗരസഭാ ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോഴും ഈ വാങ്ങിയ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള അത് ഏത് വിധമാണ് തിരിച്ചു പിടിക്കേണ്ടത് എന്നുള്ളതും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനത്തിലെത്തുക. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് അടക്കം ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയാവും. സംഗീത. ശരി ശാന്തകുമാർ.